BJP ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തൃശൂരിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണാം. ഡൽഹിയിൽ നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറുമ്പോൾ ഇങ്ങ് തൃശൂരിലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. BJP ഓഫീസിലേക്ക് തൃശൂരിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. മറുഭാഗത്ത് ഒരു സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ടൈറ്റൻ സിറ്റുവേഷനാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും പ്രതിഷേധം കൂടുതൽ കനപ്പിക്കാനായിരിക്കും ആം ആദ്മി പാർട്ടി വരും മണിക്കൂറുകളിൽ ശ്രമിക്കുക. അതോടൊപ്പം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനമൊഴിയില്ല എന്നും ജയിലിൽ നിന്നുകൊണ്ട് ഡൽഹിയുടെ ഭരണം അരവിന്ദ് കെജ്രിവാൾ തന്നെ നടത്തും എന്നുമാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഡൽഹി മന്ത്രി അതിഷി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഡൽഹിയിലെ ജനങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാൾ സഹോദരനെ പോലെയാണ്, അതുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉണ്ട് എന്ന ഒരു പരാമർശവും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ ഈ സംഭവങ്ങളെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി ഈ അറസ്റ്റിനെതിരെ പ്രതികരിക്കും എന്ന പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ BJP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. രണ്ട് ദൃശ്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ പോലീസ് തീർത്തിരിക്കുന്ന ബന്ദോബസ്താണ്. അല്പസമയത്തിനകം തന്നെ ഈ ബാരിക്കേഡുകൾ നീക്കിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുവരിക. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവിടെ കേരളത്തിൽ തൃശ്ശൂരിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ BJP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ്. വിജയൻ, ഇപ്പോൾ സോംനാഥ് ഭാരതി മറ്റു പല കാര്യങ്ങളിലും പ്രതികരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വളരെ ആസൂത്രിതമായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടത്തി BJP അതിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനും തെരഞ്ഞെടുപ്പ് നേട്ടത്തിനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിഷി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ആം ആദ്മി പാർട്ടിയുടെയോ അരവിന്ദ് കെജ്രിവാളിന്റെയോ മാത്രം ഒരു വിഷയമല്ല, രാജ്യത്തെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും അവരുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഒരു ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ്. ഈ പഴി, ഈ ആരോപണങ്ങൾ BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വരില്ലേ ഈ അറസ്റ്റിലൂടെ? ഉറപ്പായും ഗോപി, ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നമ്മൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയ സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ, പ്രതിപക്ഷ മുന്നണിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുക എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന പ്രശ്നം തന്നെയാണ്. അതിന് എന്താണ് BJPക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ പറയാനുള്ള മറുപടി എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ വിഷയം, ഡൽഹി മദ്യനയ അഴിമതി കേസ് നമ്മളുടെ നാട്ടിൽ ചർച്ചയാണ്, കേരളത്തിൽ ചർച്ചയാണ്, ഡൽഹിയിൽ ചർച്ചയാണ്. കേന്ദ്ര സർക്കാർ പലപ്പോഴും ഇത് ഉന്നയിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ, നമ്മൾ തൃശ്ശൂരിലെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. തൃശ്ശൂരിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ BJP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച്, പ്രവർത്തകരുടെ പോലീസ് വലയം ഭേദിച്ച് ആ പ്രവർത്തകരിൽ ചിലർ മുന്നിലേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ തടയുന്നുണ്ട്. തൃശ്ശൂരിൽ BJP ഓഫീസിലേക്കുള്ള ആ മാർച്ചാണ്. അവിടെ സൂരജ് വിവരങ്ങൾ നൽകും. സൂരജ്, ഈ പ്രവർത്തകർ ഈ പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് പോവുകയാണോ? BJP ഓഫീസിൽ പ്രവർത്തകരുണ്ടോ രാത്രിയിൽ? അത് മറ്റൊരു തരം സംഘർഷത്തിലേക്ക് പോകുമോ? വിജയകുമാർ, എന്തായാലും ഈ BJP ഓഫീസിൽ പ്രവർത്തകർ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റൗണ്ടിൽ നിന്ന് ഈ പ്രതിഷേധ പ്രകടനം BJP ഓഫീസിന് അടുത്തേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് റൗണ്ടിനോട് ചേർന്നുള്ള പാതയ്ക്ക് മുന്നിൽ ഇവരെ തടഞ്ഞിരുന്നു. പക്ഷേ ആ പ്രതിഷേധം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇവർ ഈ BJP ഓഫീസിന് മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതിന് മുന്നിലാണ്, അതായത് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഇവരെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ അവർ അവിടെ നിന്ന് തടഞ്ഞില്ല. പോലീസിന്റെ കണക്കുകൂട്ടലിൽ പോലും ഉണ്ടായിരുന്നതിലും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്കുണ്ട്. അവർ BJP ഓഫീസിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അവരെ നിയന്ത്രിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ വളരെ വികാരഭരിതമായിക്കൊണ്ട് തന്നെ ഈ പോലീസ് ബന്ദോബസ്ത് എല്ലാം മറികടന്നുകൊണ്ട് മുന്നേറുകയാണ്. അല്പദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ BJP ഓഫീസിന് മുന്നിലേക്ക് എത്തും. അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോലീസും ഇവരെ തടയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഉന്നത പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഇവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമരം തുടങ്ങിയ വേളയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്, അതായത് ഇത് മറ്റു സംഭവങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പോലീസ്
മുതിർന്ന നേതാക്കളുമായെല്ലാം സംസാരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവർ ഈ BJP ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുതിർന്ന നേതാക്കളുമായി പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം പോലീസും പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിലൊരു തൃശ്ശൂരിലെ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടു മുന്നിലാണല്ലോ ഈ പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മുന്നിൽ വന്ന് മുദ്രാവാക്യം മുഴക്കി ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ച് പോകും. അതുകൊണ്ട് മറ്റ് സംഘർഷത്തിലേക്കൊന്നും പോകില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും പോലീസ് അവിടെ തടയാതിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വിജയകുമാർ, അതായത് ഇവരെ ഈ BJP ഓഫീസിന് 100 മീറ്റർ അപ്പുറത്തെ റൗണ്ടിൽ വെച്ച് തന്നെ സ്വരാജ് റൗണ്ടിൽ വെച്ച് തന്നെ തടയാൻ ശ്രമിച്ചു. അതായത് BJP ഓഫീസിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും കുറച്ച് പ്രവർത്തകർ പാർട്ടി ഓഫീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസിന് മുന്നിലേക്ക് എത്തിയാൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് 100 മീറ്റർ അപ്പുറം തടയാൻ ശ്രമിച്ചത്. പക്ഷേ പ്രവർത്തകർ പറഞ്ഞു തങ്ങൾ സമരം സമാധാനപരമായി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. BJP ഓഫീസിന് മുന്നിൽ പോയി പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചു. പക്ഷേ പോലീസ് വഴങ്ങിയില്ല. അതോടുകൂടിയാണ് പോലീസിനെ മറികടന്ന് ഇവർ ഇപ്പോൾ ഈ ഓഫീസിന് മുന്നിലെത്തിയത്. ജില്ലാ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഇവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് സംഭവങ്ങളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. ജില്ലാ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് മുന്നിൽ അണിനിരന്നിട്ടുണ്ട്. കാരണം ജില്ലാധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങളെല്ലാം തന്നെ ഈ മുൻനിരയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോറൽ അതുപോലും വലിയ സംഘർഷത്തിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കാര്യം ഈ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമെന്ന് പോലീസും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ പ്രദേശത്തുള്ളതും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രതിഷേധക്കാരെ തടയാനായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കോർപ്പറേഷന്റെ മുന്നിൽ നിന്ന് സമരം തുടങ്ങുന്ന വേളയിലാണ് ഇവർക്ക് ഈ വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഈ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും വിവരം അറിയിച്ചുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഈ ജില്ലാ ഓഫീസിന് മുന്നിൽ ഒരു സുരക്ഷ ഒരുക്കാനുള്ള നടപടിയിലേക്ക് പോയത്. പക്ഷേ ആ സുരക്ഷാ വലയമെല്ലാം ഭേദിച്ച് ഇവർ BJP ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. BJP ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇതിന് മുന്നിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ തീരുമാനം. ആ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നുള്ളതാണ് പ്രവർത്തകർ അറിയിക്കുന്നത്. വിജയകുമാർ, BJPയുടെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സ്വരാജ് റൗണ്ടിൽ വെച്ച് മാർച്ച് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവിടെ പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ മുന്നോട്ട് പോയി അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് മടങ്ങും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്.